ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു മെഡിസിനായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഒറ്റമൂലി. ഈ ഇതിൽ കാണുന്ന പോലെ നമ്മുടെ വായിലെല്ലാം, നമ്മുടെ വലിയവരുടെയും കുട്ടികളുടെയും വായിലെല്ലാം വായ്പുണ്ണ് വരും. ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്. നമുക്ക് വെള്ളം കുടിക്കാനും പറ്റില്ല, വർത്തമാനം പറയാനും പറ്റില്ല, ഭക്ഷണം കഴിക്കാനും പറ്റില്ല. ഭയങ്കര വേദനയാണ്. ഇത് വന്നിട്ടുള്ളവർക്ക് അറിയാതെ. ഞാൻ ഈ മെഡിസിൻ, ഇത് കരിനെച്ചി എന്ന് പറയുന്ന ഒരു മെഡിസിനൽ പ്ലാന്റാണ്. ഇതിൻ്റെ ഇല ഇത് എല്ലായിടത്തും കിട്ടില്ല, ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് കിട്ടുള്ളൂ. ഇത് അത്യാവശ്യം വലിയ മരമാവുന്നതാണ്. ഞാൻ എൻ്റെ ഒരു കൊമ്പ് കിട്ടിയപ്പോൾ കൊണ്ടുവന്ന് കുത്തി പൊടിപ്പിച്ചെടുത്തതാണ്. ഇതിൻ്റെ ഇല പൊട്ടിച്ചെടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമ്മളത് ആവിയിൽ വാട്ടിയെടുക്കണം. ആവിയിൽ വാട്ടണം. ഒരു ഇഡ്ഡലി തട്ടിലോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു പാത്രത്തിൽ വെച്ച് വെള്ളത്തിലിട്ട് വാട്ടരുത്, ആവിയിൽ വാട്ടിയെടുക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്, ലൈക്ക്, കമൻറ്റ് തരാൻ മടിക്കരുത്. ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണം. നിങ്ങൾ ആരെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വീട്ടിലൊക്കെ ഇതുണ്ടെങ്കിൽ ഈ കമൻറ്റിൽ വന്ന് അതൊന്ന് പറയണം. ഇതിനി നമ്മൾ ആവിയിൽ നല്ലപോലെ വാട്ടിയെടുക്കുക. ഒരു 5 മിനിറ്റ് വാട്ടിയെടുക്കണം. അത് ഒരുപാട് ആളുകൾ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരാ. പലർക്കും ഇത് വരുന്നത് വൈറ്റമിൻ്റെ കുറവ് കൊണ്ടാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ നമ്മൾ ബി കോംപ്ലക്സാണ് ഡോക്ടർ തരുന്നത്. ബി കോംപ്ലക്സ് കഴിച്ചാൽ ഒരാഴ്ച കഴിയാതെ ഇത് വായിന്ന് മാറിപ്പോവില്ല, വേദനയും മാറില്ല. അതേ സമയത്ത് ഈ കരിനെച്ചിയുടെ ഇല ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ വേദനയും പോകും, പിറ്റേ ദിവസത്തേക്ക് പോള ഉണങ്ങുകയും ചെയ്യും. ഇതൊരു ഒറ്റമൂലി എൻ്റെ കുട്ടികൾക്ക് വന്നപ്പോൾ എനിക്കൊരു മുത്തശ്ശി പറഞ്ഞു തന്ന, കാലങ്ങളായിട്ട് ഞാനത് പലർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇന്ന് ഞാനത് പബ്ലിക്കായിട്ട് ഇടുകയാണ്. നമ്മൾ വേറെ എന്ത് മരുന്ന് ഇതിന് ചെയ്താലും കാര്യമില്ല. ചിലർ പറയും ഉപ്പുവെള്ളം കൊള്ളണം, ഉപ്പുവെള്ളം കൊണ്ടാലൊന്നും കാര്യമില്ല. ഇത് ഈ കരിനെച്ചിയുടെ ഇല ഉപയോഗിച്ചാൽ അത് ഒറ്റ ദിവസം കൊണ്ട് ഉണങ്ങിപ്പോകും. അത് ഉപയോഗിക്കേണ്ട വിധം ഞാൻ പറഞ്ഞു തരാം. ഇതിങ്ങനെ ഒരു ഇഡ്ഡലി തട്ടിൽ വെച്ച് ആവിയിൽ വാട്ടിയെടുക്കുക. 5 മിനിറ്റ് വാട്ടണം, വെള്ളത്തിലിട്ട് വാട്ടരുത്. അല്ല, ആവി ഏറി തുടങ്ങി. ആവി കാണാനുണ്ട് നമുക്ക്. ഇടയ്ക്കിടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. കാരണം മുകളിൽ കിടക്കുന്ന ഇല വാടില്ല, അടിയിലത്തെ പെട്ടെന്ന് വാടും. അതുകൊണ്ടാണ് 1-2 പ്രാവശ്യം ഇളക്കിയിട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിൻ്റെ അവസാനം കണ്ടാലാണ് നിങ്ങൾക്കതിൻ്റെ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. വാടി തുടങ്ങിയിട്ടുണ്ട്. ഇളക്കിയിട്ട് കൊടുക്കാം. മുകളിൽ കിടക്കുന്നത് വാടിയിട്ടില്ല, അതുകൊണ്ടാണ്. അടിയിലത്തെ വാടി, മുകളിൽ കിടക്കുന്നത് വാടിയിട്ടില്ല. 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ ഒരു 5 മിനിറ്റ് ആവി കയറ്റിയാൽ മതി. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇലയ്ക്ക് ഭയങ്കര കയ്പ്പാണ്. ഇത് കടിച്ച് തിന്നാനൊന്നും പറ്റില്ല. ഇതിൻ്റെ നീരാണ് നമുക്ക് ആവശ്യം. വാട്ടി അത് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കണം. അതാണ് നമുക്ക് ആവശ്യം. ഭയങ്കര കയ്പ്പാണ് ഇതിന്. കയ്പ്പാണെങ്കിലും ഇത് അത്രയ്ക്ക് ഇഫക്റ്റായിട്ടുള്ള ഒരു മെഡിസിനാണ്. പെട്ടെന്ന് വായ്പുണ്ണിനുള്ള ഒരു ഒറ്റമൂലി ഇതല്ലാതെ വേറെ ഇല്ല. ഒന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കാം. നന്നായിട്ട് വാടിയാലാണ് ഇതിൻ്റെ നീര് നല്ലപോലെ കിട്ടുള്ളൂ നമ്മൾ ഇടിച്ച് പിഴിയുമ്പോൾ.
മിക്സിയിൽ വേണമെങ്കിൽ മിക്സിയിലിട്ട് ഇടിക്കാം, പക്ഷെ മിക്സിയിലിട്ട് ഈ കുറച്ചൊക്കെ മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞാൽ അറിയില്ല. അമ്മിക്കല്ലുള്ളതൊക്കെ അതിൽ വെച്ച് ചതച്ച് പിഴിഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഉള്ളി ചതയ്ക്കണ കല്ലിലിട്ട് ചതച്ച് പിഴിഞ്ഞെടുക്കുക. ഇനി അതും അല്ലെങ്കിൽ ഗ്രാനൈറ്റിൻ്റെ സ്ലാബ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ പതുക്കെ ഇട്ട് ഇടിച്ചിടിച്ച് ചതച്ച് പിഴിഞ്ഞെടുത്താലും മതി. ഏകദേശം ആയിട്ടുണ്ടത്. ഇനി നമുക്കിത് എടുത്ത്, നല്ല ചൂടുണ്ട്, നമുക്കിത് എടുത്ത് ചൂട്ടോടു കൂടി തന്നെ കല്ലിലിട്ട് ഇടിച്ച് പിഴിഞ്ഞെടുക്കാം. ഇത്രയെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് നീരേ കിട്ടുള്ളൂ, അതേ നമുക്ക് ആവശ്യമുള്ളൂ. നല്ലപോലെ ഇടിച്ച് പിഴിഞ്ഞെടുത്ത് ആ നീര് നമ്മുടെ ഈ പോളത്തുമ്പോൾ തേക്കണം. കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ കൊയ്തെടുത്ത് ഈ പോളത്തുമ്പോൾ തേക്കണം. ബാക്കിയുള്ളത് കുടിക്കണം. ഈ പോളത്തുമ്പോൾ തേച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കും. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഈ പോളമൊക്കെ ഉണങ്ങി തുടങ്ങും. 1-2 പ്രാവശ്യം ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വായ്പുണ്ണ് വരില്ല. കണ്ട, വളരെ കുറച്ച് നീരേ കിട്ടുള്ളൂ, എന്നാലും നമുക്കത് മതി. അത്ര നീരിൻ്റെ ആവശ്യമുള്ളൂ. ഇത് ഈ പോളത്തുമ്പോൾ തേക്കുക, ബാക്കിയുള്ളത് കുടിക്കുക. നമ്മുടെ വയറ്റിൽ നിന്നാണ് അസുഖം വന്നിരിക്കുന്നത്. ഇത് വയറ്റിലേക്ക് ചെന്നാലാണ് നമ്മുടെ അസുഖം മാറുള്ളൂ. ഇത് 1-2 പ്രാവശ്യം അല്ലെങ്കിൽ 1-2 ദിവസം ഇത് റിപ്പീറ്റ് ചെയ്യുക, പിന്നെ ഒരിക്കലും ഇത് വരില്ല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ താങ്ക് യു, ബൈ.